കൂടുതലും കറുപ്പ് കളർ കുഞ്ഞുങ്ങളായിരിക്കും. അമ്മച്ചി ചായ ഉണ്ടോ? ചായ ഇച്ചിരി അല്പം കടുപ്പമുള്ളൊരു ചായ. മധുരം വേണം, കടുപ്പം വേണം. അഭ്യുദകാംക്ഷികളായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ പാറശാലയിൽ തന്നെ കൊറ്റാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ പരിശുവെക്കൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഏതാനും കർഷകരെയൊക്കെ ഒന്നുകൂടെ കണ്ടിട്ട് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഫാം, കോഴി കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ച് വിൽക്കുന്ന ചെറിയൊരു ഫാമുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് പോയി കണ്ടിട്ട് അതിന് ശേഷം നമുക്ക് ഏതാനും കർഷകരെയൊക്കെ കണ്ടിട്ട് നമുക്ക് തൽക്കാലം നമുക്ക് ഈ പാറശാലയിൽ നിന്ന് വിടവാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അമ്മച്ചിയുടെ അടുത്തുനിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തുടക്കം ഇടാമെന്ന് വിചാരിക്കുകയാണ്. ഉള്ള നല്ല ചായ കേട്ടോ. അങ്ങനെ നല്ലൊരു ചായ കുടിച്ച് നമുക്കിനി പോക്കോട്ടെ. ശരിയാണ്. നമുക്കിനി പരശുവെക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഒരു കോഴിക്കുഞ്ഞ് കർഷകനെയും അതല്ലാതെ വാഴക്കൃഷിയൊക്കെ ചെയ്യുന്ന ഏതാനും കർഷകരെ കണ്ടിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് പാറശാലയിൽ നിന്ന് വെള്ളറട പഞ്ചായത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കങ്ങനെ ഓരോരോ പഞ്ചായത്തിൽ കയറി ഇങ്ങനെ സാധാരണപ്പെട്ട ആൾക്കാരെയൊക്കെ കണ്ട് നമുക്ക് അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് വലിയ ബ്രഹ്മാണ്ഡമായ രീതിയിൽ നിന്നല്ല, നമുക്ക് പോകുന്നിടത്ത് സാധാരണക്കാരെ എളിയവരെയൊക്കെ കണ്ട് ചെറിയ ഇതായിട്ടൊക്കെ അങ്ങനെ പോകാം. പരശുവെക്കൽ എന്ന് പറയും. അപ്പോൾ നമുക്ക് പരശുവെക്കൽ, കൊറ്റാമം ആ ഭാഗങ്ങളിലാണ് പോകേണ്ടത്. അപ്പം വിചാരിക്കാം ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്നതാണ് ആ കോഴി കർഷകൻ്റെ വീട്. ഇപ്പോൾ നേരെ പോകുന്നത് അവിടെ ഒരു CSI ചർച്ചുണ്ട്. അപ്പോൾ അവിടെ വരെ നമുക്ക് പോകണം. രാവിലെ തന്നെ അത്യാവശ്യം തിരക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്, വാഹനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. നേരെ പോകാം. നേരെ ഇവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് ഇടത് സൈഡിലും വല സൈഡിലൊക്കെ കലക്കച്ചവടം, സ്കൂൾ വാഹനമൊക്കെ കിടക്കുന്ന കാണാം. ഇത് റെയിൽവേ ക്രോസാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് രാവിലെ ഇതൊരു നിർമ്മാണ പ്രവർത്തനമൊക്കെ കണ്ടതാണ്. അപ്പോൾ ലോറിയിൽ മരങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇവിടെ പാത ഇരട്ടിപ്പിക്കലിൻ്റെ പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മരങ്ങളെല്ലാം പിഴുതാണ് ഈ ലോറിയിൽ കൊണ്ടുപോകുന്നത്. പാത ഇരട്ടിപ്പിക്കൽ. അപ്പോൾ അതിൻ്റെ വേസ്റ്റെല്ലാം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. താരത്താരേ 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 താരത്താരേ. നേരെ പോകുന്നതാണ്. നമ്മൾ ആ കോഴി കർഷകനെ നോക്കി ഇവിടെ പെരുവിള എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന്, പരശുവെക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ പെരുവിള എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ഒരു CSI ചർച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ രാവിലെ കുർബാന എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചിട്ട് വേണം മറ്റേ നമുക്ക് പയ്യനെ കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ചുമ്മാതെ ചർച്ചിലൊന്ന് കയറിയതാണ്. സ്കൂളുമൊക്കെ ഉണ്ട്, UP സ്കൂളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു സൈലൻ്റായ ഒരു ഏരിയ. പെട്ടെന്ന് കണ്ടപ്പോഴും ഒരു വിദേശ പള്ളി പോലെയൊക്കെ പെട്ടെന്ന് നോക്കി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവനെ ഒന്ന് എടുത്തു കളയാമെന്ന് വിചാരിച്ചത്. പനയും അങ്ങനെ ഒരു വ്യത്യസ്തപരമായൊരു രീതി കണ്ടപ്പോൾ. ഏതായാലും ഇവിടുന്ന് നമുക്ക് നമ്മുടെ പയ്യനെ ഒന്ന് വിളിച്ചു നോക്കാം, എവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാമല്ലേ. അപ്പോൾ നമ്മൾ ആ വീടിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീട്, ഫാമും എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സിറ്റിയിൽ നിന്നൊക്കെ വിട്ട് നമ്മളൊരു ഗ്രാമത്തിലാണ് വന്ന് നിൽക്കുന്നത്. തികച്ചും ഗ്രാമാന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നേരെ കാണുന്നതാണ് ഒലീവിയ ഫാം എന്നാണ്. അപ്പോൾ വീടും ഫാമും എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ഞാൻ പിന്നെ അകത്തേക്ക് വന്ന് വണ്ടി വെച്ചു കേട്ടോ. വണ്ടി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഴിയെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അതിൻ്റെ ട്രാക്കുകളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കോഴി കർഷകൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇതാണ് കണ്ടിട്ട് കോഴി കർഷകൻ മാത്രമല്ല, നല്ല ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇത് പനീർ ചെമ്പകം എന്തുവാണെന്ന് തോന്നുന്നു. നിങ്ങൾ പേരൊക്കെ എനിക്ക് ചെടികളുടെ പേരത്ര പിടുത്തമൊന്നുമില്ല കേട്ടോ.
ചെടി കർഷകൻ കൂടിയാണ്. അപ്പോൾ കണ്ട ആ ഓർക്കിഡ് ചെടികളും അതും ഇതും എല്ലാം ഉണ്ട്. അടിപൊളി ഓർക്കിഡ് ചെടികളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളോട് വീട്ടിൽ വരുമ്പോൾ ഒരാൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ലൗഡ്സൺ ചെടികളെയും ലവ് ചെയ്യുന്നുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ലവ് ചെയ്യുന്ന ഒരു നല്ലൊരു കർഷകനായിട്ടാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരാളെ വിലയിരുത്താൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയാണ്. അത് കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം കണ്ടപ്പോഴേക്ക് എനിക്ക് തോന്നിയ കർഷകനെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെക്കാളും വലിയ ക്യാമറയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതാ ക്യാമറയൊക്കെ വെച്ചിരിക്കാനാണ് ലൗഡ്സൺ. ഹലോ ലൗഡ്സൺ. ഹായ് സാർ. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. കോഴി ഫാമൊക്കെ നടത്തുന്ന ഒരു വലിയൊരു കർഷകനുണ്ടെന്നൊക്കെ പറഞ്ഞു. കുട്ടി കർഷകനാണോ വലിയ കർഷകനാണോ? അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ കന്യാകുമാരിൽ ഇങ്ങനെ പതിയെ സഞ്ചരിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ പാറശാല വന്നപ്പോൾ നിങ്ങളെപ്പോലെ കുറച്ച് കർഷകരെ കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ പാറശാലയിൽ പരശു വയ്ക്കൽ, കൊറ്റാമ അതിനൊക്കെ അടുത്തുള്ള ഒരു പെരുവിള എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് റോഡിൽ നിന്ന് ഇച്ചിരി ഉള്ളി ഒരു സീസേപ്പള്ളിയുണ്ട് പെരുവിള, അവിടുന്ന് അതിനടുത്തായിട്ട് വരും. അവളുടെ ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ ആ നിഷ്കളങ്കതയൊക്കെ ഈ കർഷകരിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചില്ല, ഇതില്ല അല്ലേ, നമുക്ക് ഇൻക്യുബേറ്റർ ഇല്ല, ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അത് നഴ്സറി പോലെ പാകമാക്കി വിൽപ്പനയ്ക്ക് പാകമാക്കി കൊടുക്കുന്ന ഒരു ഫാമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിപ്പോൾ എങ്ങനെയാണ്, ഇത് കൊണ്ടേ കൊടുക്കുക, എങ്ങനെയാണ് ഇവിടെ വന്നെടുക്കുക, എങ്ങനെയൊക്കെയാണ്? അത് സാർ നമ്മൾ ഇവിടെ വന്നെടുക്കുന്ന ആൾക്കാരുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ. പിന്നെ നമ്മൾ കേരളത്തിൽ തമിഴ്നാട്ടിൽ എല്ലായിടും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, വിതരണത്തിനായിട്ടും കൊണ്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ. അത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ട് 3 ബ്രീഡ് കുഞ്ഞുങ്ങളാണ്. മുട്ടക്കോഴിയുടെ ടൈപ്പ്. അതിൽ വരുന്നത് ഒന്ന് കൈരളി മെയിനായിട്ട് വരുന്നത്, പിന്നെ ഗ്രാമശ്രീ, പിന്നെ BV380. മെയിനായിട്ട് BV380 കൈരളിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൽ BV380 2 മാസം 2.5 മാസം 3 മാസം അങ്ങനെയുള്ള പരിയുള്ള സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അത് വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ കൈരളി 1.5 മാസം 2 മാസം ആ സ്റ്റേജിലാണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്. നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ നമ്മൾ പാറശാല മുതൽ കാസർഗോഡ് വരെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അതിൽ നമ്മൾ ചെറിയ ഓർഡറുകൾ നമ്മൾ കൊറിയർ സർവീസ് ഇവിടുന്ന് പെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഇവിടുന്ന് കൊടുത്തുവിടാറുള്ളത്. അതിന് ഡെലിവറി ചാർജ് വരും. അത് 5ഉം 10ഉം ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 25 മേലോട്ടൊക്കെ ഉള്ള ഓർഡറുകൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്കൊരു വണ്ടിയുണ്ട്, അപ്പോൾ അതിൽ തന്നെ നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം പോവുക അങ്ങനെയല്ല സാർ. നമ്മൾ സാറിന് ചെയ്യുന്ന ഏതെങ്കിലും റൂട്ട് പ്ലാൻ ചെയ്താൽ പോകുന്നത്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വലിയ ഓർഡർ ചിലപ്പോൾ സമയങ്ങൾ കിട്ടാറുണ്ട്. ഈ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് അങ്ങനെ ഏതെങ്കിലും ഓർഡർ കിട്ടുകയാണെങ്കിൽ ഒരു 200-ന്റെ 300-ന്റെ ഒക്കെ ഓർഡർ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് 25-50 ഈ ഓർഡറുകളെല്ലാം കൂടെ കണക്ട് ചെയ്ത് അങ്ങനെ പോകാറുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾക്കൂടെ ഒരു 100-200 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആണെങ്കിൽ നമ്മളല്ലാതെ ഈ ചെറിയ ഓർഡറുകളെല്ലാം കൂടെ കണക്ട് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാം തീർച്ചയായും. ഇത് നിങ്ങളുടെ ഫാക്ടറി, ഇത് ഓഫീസ് എന്തുവാണ്? ഇത് സ്റ്റോർ റൂം ആയിട്ടാണ് സാർ. നമ്മളെ തീറ്റയും മരപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് അങ്ങനെ അതിൻ്റെ കോഴിക്ക് വേണ്ടിയിട്ടുള്ള തീറ്റ ഐറ്റംസ് സ്റ്റോർ റൂമാണ് അല്ലേ? മരപ്പൊടിയും തീറ്റ ഇതെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യും. കാരണം അതൊക്കെ നനയാതെ സൂക്ഷിക്കാം, അതുകൊണ്ട് വേണ്ടിയിട്ടുള്ളത്. ഇത് കോഴിത്തീറ്റൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരണം? ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഗോദ്രേജ് കമ്പനിയുടെ ഫീഡാണ്. ഞാൻ ഇവിടെ നേരിട്ട് ഹോൾസെയിൽ ഡീലറുണ്ട് അവിടെ. ശരി. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് കോഴികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കൈരളിയും BV380 കുഞ്ഞുങ്ങളാണ്. പിന്നെ നാടൻ ഇറച്ചി കോഴി നമ്മൾ ചെയ്യുന്നുണ്ട്. റെയിൻബോ റോസ്റ്റർ, ക്രോയിലർ, സാസോ ഉള്ള നാടൻ ഇറച്ചി കോഴിയുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ സ്റ്റോക്കില്ല. അപ്പോൾ ഇവിടുന്ന് വലിയ കോഴിയെ വിൽപ്പനയില്ല, ഇറച്ചി കോഴിയോ അല്ലാതെ നാടൻ കോഴിയോ? വലിയ കോഴി വലുതില്ല, നമ്മളെല്ലാം ഈ മുട്ടയിടുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലാണ്. 2 മാസം 3 മാസം ആ സ്റ്റേജിലുള്ളതാണ്. പിന്നെ നമ്മൾ നാടൻ ഇറച്ചി കോഴി കൊടുക്കുന്ന 1 മാസം സ്റ്റേജിൽ, അതായത് വേറൊരാൾക്ക് വളർത്താൻ പറ്റുന്ന സ്റ്റേജിലത്തെ കൊടുക്കുന്നത്. ശരി. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഉള്ള ഇത് ഏത് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്? ഇതിൽ ആദ്യത്തെ ഇത് നമ്മളെ ഈ എല്ലാ ബാച്ചിൻ്റെ ലാസ്റ്റ് വരുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ മാറ്റിയിടുന്ന ഇതാണ്. ഇതിൽ റെയിൻബോ റൂസ്റ്ററും എൻ്റെ സാസോയുടെയും കുഞ്ഞുങ്ങളുടെ ബാക്കി കുഞ്ഞുങ്ങൾ അതിൽ കിടക്കുന്നത് ഇപ്പോൾ കുറച്ച്. പിന്നെ അതിൽ ഒരു വലിയ കോഴി കിടപ്പുണ്ട്, അത് സാസോയുടെ പൂവന. ഇപ്പൊ നിലവിലും 2.5-3 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു 3 മാസത്തിനകത്തെ പ്രായമുള്ളൂ. അതായത് ഇത് നമ്മൾ ഓരോ ബാച്ച് കഴിയുമ്പോൾ തെരുവ് കുഞ്ഞ് കുറച്ചുണ്ട്, അപ്പൊ അത് നമ്മൾ സെയിൽ ചെയ്യാറില്ല. നമ്മുടെ ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ വേണ്ടിയിട്ടാണല്ലേ. ഇത് നമുക്ക് തുറന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായും. ഇതില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ബാക്കി വരുന്ന കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. ഇതിലിപ്പോ റെയിൻബോ റൂസ്റ്ററിന്റെ സാസോയുടെ കുഞ്ഞുങ്ങളാണ് ഇതിലിപ്പോ ഉള്ളത്. അതിപ്പോ സാസോയുടെ പൂവനാ അതിൽ കാണുന്നത്. വലുത് അത് സാസോയാണ്, ബ്രീഡിന്റെ ആണ്. അത് നമുക്ക് നാടൻ ഇറച്ചി കോഴിയായിട്ട്
വളർത്തി വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ്. ഇതല്ലേ ഈ കാണുന്നല്ലേ? അതെ അതെ അതെ. അത് സാസോബ. ഇതിപ്പോൾ 3 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉള്ള കോഴിയാണ്. നാടൻ ഇറച്ചി കോഴി നമുക്ക് കടകളിലെല്ലാം കിട്ടുന്നത് ഈ ടൈപ്പ് കോഴികളാണ്. പിന്നെ മറ്റെല്ലാം അത് കഴിഞ്ഞ ബാച്ച് കുഞ്ഞുങ്ങളുടെ ബാക്കി വരുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വിട്ടിരിക്കുന്നത്. ഇത് ഒരേ ഇനം തന്നെയാണ്. ഇത് 2 ഐറ്റം, റെയിൻബോ റൂസ്റ്ററും ഉണ്ട്, സാസോയും ഉണ്ട്. ഇനി അടുത്ത ഈ ഷെഡിൽ വരുന്നത് കൈരളി ബ്രീഡിന്റെ കുഞ്ഞുങ്ങളാണ്. കൈരളി ബ്രീഡ് നമ്മൾ കൊല്ലം വെള്ളന്തറ ഹാച്ചറിയിലെ കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വർഷം 250 മുട്ട കിട്ടുന്ന നാടൻ ടൈപ്പ് കോഴിയാണ്. ഒരു 11ഓളം സങ്കരയിനം കോഴികളുടെ ഒരു സങ്കരയിനം കോഴിയാണ് ഇത് കൈരളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലും വരുന്ന കറുത്ത കളർ കോഴിയാണ്. ഈ കരിങ്കോഴി ഒരു സങ്കരയിനം വരുന്നതിൽ ഒരു കോഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറുത്ത കളറായിരിക്കും കൂടുതൽ വരിക. വെള്ളന്തറ ഹാച്ചറിയിലെ കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് വർഷം 250 മുട്ട വരെ കിട്ടുന്നുണ്ട്. നമുക്ക് നാടൻ കോഴിയായിട്ട് വളർത്താൻ പറ്റുന്ന ബെസ്റ്റ് നല്ലൊരു ബ്രീഡാണ് ഈ കൈരളിക്കാരൻ. ഇതിൻ്റെ പ്രതിരോധ ശേഷിയൊക്കെ എങ്ങനെയാണ്? അതായത് ഈ മുട്ടക്കോഴി ഐറ്റം കോഴികളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രതിരോധ ശേഷിയുള്ളൊരു കോഴിയാണ് ഈ കൈരളിക്കാരൻ. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ 1.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു ഓർഡർ ഉണ്ട്, 1000 കുഞ്ഞിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ ഉണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മൾ പാലക്കാട് ജില്ലയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് 2-3 കളറിൽ കിടപ്പുണ്ടല്ലേ അതിനകത്ത്? അല്ല, കളർ കുറേ ഉണ്ടാവും, ഇങ്ങനെ മാറി മാറി ഉണ്ടാവും. കളർ എന്നാലും കുറവായിരിക്കും. നമ്മൾ 1000-2000 കുഞ്ഞൊക്കെ കിടക്കുമ്പോൾ ഒരു 50-100 എണ്ണത്തിനകത്ത് കളർ ഉണ്ടാവുള്ളൂ. കൂടുതലും കറുപ്പ് കളർ കുഞ്ഞുങ്ങളായിരിക്കും. ഇപ്പൊ എത്ര മാസം ഇതുള്ള? ഇതിപ്പോ 1.5 മാസം പ്രായമുള്ളത്. അപ്പൊ നമ്മളിത് വിൽപ്പനയ്ക്ക് എത്ര? ഇതിപ്പോ 1.5 മാസം തൊട്ടാ ഇത് കൈരളി കൊടുത്തു തുടങ്ങുന്നല്ലേ? നമ്മൾ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയണം. കൈരളി നമ്മൾ കൊടുക്കുന്നത് 1.5 മാസം പ്രായമുള്ള 120 രൂപ റേഞ്ചിലാണ്. സാർ, ഇനി ഇതിൽ അടുത്ത് വരുന്നത് കൈരളിയിൽ തന്നെ ഇപ്പോൾ 2 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ കിടപ്പുണ്ട് അടുത്ത ഈ കേസിലായിട്ട്. ഇത് ഇപ്പം ബ്രൂഡിങ് സ്റ്റേജിലാണ്. ഇത് വേദാനം എന്ന് പറഞ്ഞാൽ കൈരളി തന്നെയാണ്. കൈരളി തന്നെയാണ് അല്ലേ? ഇതിപ്പോൾ 1 മാസം ആയതാണോ? അല്ലല്ല, ഇതിപ്പോൾ 2 ആഴ്ച പ്രായമുള്ള. 2 ആഴ്ച പ്രായമായതാണല്ലേ? അപ്പോൾ ഇതിനെ ഇനി നമ്മൾ വളർത്തി ഈ പരുവാകുമ്പോഴാണ് അല്ലേ കൊടുക്കാൻ പറ്റുന്നത്, സെയിലാകാൻ പറ്റുന്നത്. ഈ 2 ആഴ്ച പരുവാകുമ്പോഴാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്നത്? അല്ല, 1 ദിവസം പ്രായമുള്ളതാണ് കൊണ്ടുവരുന്നത്. ഒരു ദിവസം ജനിച്ച അന്നുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവരും. പിന്നെ അടുത്ത കേജികളിൽ വരുന്നത് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന BV380 കുഞ്ഞുങ്ങളാണ്. BV380 മുട്ടക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ്. ഇത് നമുക്ക് ഈ BV380 പ്രത്യേകത പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം കേരളത്തിൽ നമുക്ക് കിട്ടുന്ന കോഴികളിൽ ഏറ്റവും കൂടുതൽ മുട്ട കിട്ടുന്ന ഒരു ബ്രീഡാണ് BV380 ബ്രീഡ്. വർഷം 300 മുതൽ 320 മുട്ട വരെ കിട്ടുന്ന ഒരു ബ്രീഡാണ്. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫുൾ ഫീമെയിൽ കുഞ്ഞുങ്ങളാണ്. അതിൽ മെയിൽ വരില്ല, ഫുൾ ഫീമെയിലായിട്ടാണ് കുഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമ്മളിവിടെ എല്ലാ വാക്സിനേഷനും കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ചുണ്ട് മുറിക്കുന്ന ഇതുണ്ട്. അതായത് കോഴികൾ പരസ്പരം കൊത്തുകൂടാതിരിക്കാനും ഇവർ ഈ വെള്ളം നിപ്പിൾ ഡ്രിങ്കറിൽ നിന്ന് കറക്റ്റ് വെള്ളം കുടിക്കാനും ഫീഡ് കറക്റ്റ് എടുക്കാനും ഇവർ DBക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതും ചെയ്ത് പിന്നെ വിരമരുന്ന് കൊടുക്കും, ഡിവാമിങ്ങും അതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത്. 2 മാസം തൊട്ടാണ് കൊടുത്തു തുടങ്ങുന്നത്. 2 മാസം, 2.5 മാസം, 3 മാസം ഈ സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ മാറി മാറി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് വളർത്തുന്നവർ പ്രത്യേകിച്ച് മരുന്നുകൾ കൊടുക്കുക, അങ്ങനെ വേറെ മരുന്ന് അതായത് ആന്റിബയോട്ടിക് അങ്ങനെയൊന്നും കൊടുക്കേണ്ടി വരില്ല. മെയിനായിട്ട് വൈറ്റമിൻസ് മാത്രമേ കൊടുക്കേണ്ടി വരുള്ളൂ. പിന്നെ അഥവാ എന്തെങ്കിലും അവർക്ക് സംശയം ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും അവർക്കൊരു കൈത്താങ്ങുകളിൽ നമ്മൾ പിന്നാലെ ഉണ്ടാവും. വിളിച്ചാൽ നമ്മൾ അതിന് മറുപടി കൊടുക്കാം. ഇതിപ്പോൾ ഫീമെയിൽ മാത്രമല്ല കൊടുക്കണം, അപ്പോൾ മുട്ടയുണ്ടെങ്കിൽ മെയിലിൻ്റെ ആവശ്യം അല്ല. അതായത് നമ്മൾ കോഴികൾ വളർത്തുമ്പോൾ കോഴി മുട്ടയിടാനായിട്ട് മെയിലിൻ്റെ ആവശ്യമില്ല. ഏത് ബ്രീഡാണെങ്കിലും മുട്ടയിടാനായിട്ട് അതിൽ മെയിലിൻ്റെ ആവശ്യമില്ല. അവർ ആ മുട്ട വിരിയിക്കാൻ നമ്മൾ എടുക്കുമെങ്കിൽ മാത്രമേ അതിൽ മെയിലിൻ്റെ ആവശ്യം വരും. അങ്ങനെ വരുന്നുള്ളൂ. ശരി ശരി.
അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് തന്നെ ആ പ്രായം എത്തുമ്പോഴും മുട്ടയിടും. മുട്ടയിട്ട് തുടങ്ങും. ഇവർ നോർമലി 4-5 മാസത്തിനകത്ത് വെച്ച് ഇവർ മുട്ടയിട്ട് തുടങ്ങും. നമ്മളിപ്പോൾ 3 മാസമൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ഒരു 1.5-2 മാസത്തിനകത്ത് വെച്ച് തന്നെ മുട്ടയിട്ട് തുടങ്ങും. നമുക്ക് കാണാൻ പറ്റും ഇതിൽ. ഇപ്പോൾ 2.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഇതിലുള്ളത്. അത് ഈ പ്രായം അനുസരിച്ചാണ് അതിന് വില വ്യത്യാസം വരുന്നത്. അതെ അതെ അതെ, ഓരോ പ്രായത്തിനും ഓരോ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ബീഫ് റേറ്റ് മെയിനായിട്ട് കൊടുക്കുന്ന 200 രൂപ, 250 രൂപ, 300 രൂപ ആ റേഞ്ചിൽ. ഒന്നിന് അതോ ഒരു ജോഡിക്ക് ഒന്നിന് പീസ്. ഒന്നിന് കറക്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് റേറ്റ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 2 മാസം പ്രായമുള്ളത് 220 രൂപ, 2.5 മാസം പ്രായമുള്ളത് 250 രൂപ, 3 മാസം പ്രായമുള്ളത് 280 രൂപ, അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൈരൾ കൊടുക്കുന്നത് 1.5 മാസം പ്രായമുള്ള 120 രൂപ റേഞ്ചിൽ. ഈ കേജിലും വരുന്നത് ഇത് തന്നെയാണ്, ബീഫ് റേറ്റ് തന്നെയാണ്. ഇതും അത് തന്നെ സെയിം. അതെ അതെ, ഷാ ബേച്ച് തന്നെയാണ്. 2 കേജിലായിട്ട് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ലൗഡ്സൺ പറയണത് കേരളത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ കോഴി ഷെഡ് 2 നിലയായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൂടെ സെപ്പറേറ്റ് ആയിട്ടും ഇവിടെ കോഴി ഫാമുണ്ട്, കണ്ടോ, കൂടുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലും കൂടെ നമുക്കൊന്ന് കയറി നോക്കാം. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അന്നേക്ക് മുകളിൽ കൂടെ ഒന്ന് കയറി നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് തന്നെ BB3 തന്നെയാണ് മുകളിലുള്ളത്. മേളിൽ ഇപ്പം ചെയ്തിരിക്കുന്ന രണ്ട് ബാച്ച് കിടപ്പുണ്ട്, 2 BB3 തന്നെയാണ്. അപ്പോൾ ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ലൗഡ്സനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ ഇട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ അത് ലൗഡ്സനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണം എത്തിച്ചു തരും. ഇപ്പോൾ 1-2 ആഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഓർഡർ എല്ലാവരുടെയും ഓർഡർ സെറ്റ് ചെയ്ത് അവിടെ വരുന്നതായിരിക്കും. കേരളം മുഴുവൻ കാസർഗോഡ് തൊട്ട് പാലക്കാട് വരെ കറക്റ്റായിട്ട് എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ദൂരെ ഉള്ളവർ ഇച്ചിരി ബൾക്കായിട്ടുള്ള ഓർഡർ ഇപ്പോൾ ഗ്രൂപ്പായിട്ടാണെങ്കിലും നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ലൗഡ്സൺ അവിടെ എത്തിച്ചു തരും. ശരിയല്ലേ? അങ്ങനെ അതെ അതെ അതെ. നമുക്ക് മുകളിലേക്ക് കയറാം. എന്തായാലും മുകളിലും 2ാം നിലയാണ്. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ 2 നിലകളിലൊക്കെ ആയിട്ടാണ് വളർന്ന്. അപ്പം എന്താ വെച്ചാൽ അങ്ങനെ റോയൽ ഫാമിലിയിലെ കോഴികളൊക്കെയാണ് ഇവിടെ വിൽപ്പനയുള്ളത്. ഇവിടെ ഉണ്ട്, ഇതിൻ്റെ മുകളിലുണ്ട്. ഇവിടെ ഇപ്പോൾ ക്ലീനിങ് നടക്കുക, ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആഴ്ച. അതായത് ഓരോ ബാച്ച് കഴിയണ അനുസരിച്ച് അങ്ങനെയാണല്ലോ. ഓരോ ബാച്ചിനും 2-3 അങ്ങോട്ടും കേജ് മാറാറുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ബാച്ച് B3 പോയി കഴിഞ്ഞിട്ട് ഈ കേജ് ഫുള്ള് വൃത്തിയാക്കണം. അങ്ങനെ പുതിയ ബാച്ച് വരുമ്പോൾ ക്ലീൻ ചെയ്ത് അങ്ങനെയാണല്ലേ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ തപ്പി തടഞ്ഞൊക്കെ നിൽക്കുന്നു. ഓക്കെ സാർ. അതായത് നമ്മൾ ഓരോ ബാച്ച് കഴിയുമ്പോഴും നമ്മൾ ഓരോ ബാച്ച് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യാറുണ്ട്. ക്ലീനിങ് നമ്മൾ പുറത്തുനിന്ന് സഹായത്തിന് ആൾക്കാർ വിളിക്കാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനാണ്. അവർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷൻ കഴിയുമ്പോൾ നമ്മളിങ്ങനെ മാറി ഇതിനെ ക്ലീൻ ചെയ്ത് ഇതിന് ഫുള്ള് കീടനാശിനിയൊക്കെ അടിച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത ബാച്ചിന് ക്ലിയർ ചെയ്യുന്നത്. ഇതൊക്കെ ലൗഡ്സന്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ വിളിച്ചോടനെ ഇവരെല്ലാം എന്ത് ജോലി ലൗഡ്സൺ പറയുന്ന എന്ത് കാര്യം അവർ ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ട് സുഹൃത്തുക്കളെ മുൻപന്തിയിലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിജയം. ഏതായാലും നമുക്ക് ഇത് കോഴിക്കുഞ്ഞുങ്ങളുടെ ഒന്ന് കണ്ട് ഇതും 2-3 പ്രായത്തിലുള്ള ഉണ്ടല്ലേ? അതെ അതെ. B3 ഒരാഴ്ച പ്രായമുള്ളതാ ഇതല്ലേ? ഇത് ഒരാഴ്ച പ്രായമുള്ളത്. അത് അപ്പുറത്തുള്ളത് 1.5 മാസം പ്രായമുള്ള. ഇപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ഓരോരോ ബാച്ചായിട്ടാണ് ഉണ്ടാവുക. 1000-1500 എണ്ണത്തിൻ്റെ ബാച്ച് വെച്ചാൽ നോർമലി നമ്മളതിൽ എപ്പോഴും ഉണ്ടാവുക. എപ്പോഴും നമ്മളിൽ കുഞ്ഞുങ്ങളിങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ തീറ്റ കൊടുക്കുന്നതേ ഇപ്പോൾ ഏത് കമ്പനിയുടെ ഗോദ്രേജ് കമ്പനിയുടെ തീറ്റയാണ് നിങ്ങളിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ വീട്ടുകാരെടുക്കുമ്പോൾ അവരുടെ നാടൻ ഫുഡ് കൊടുക്കാൻ പറ്റും. അതിൽ കൈരളി ബ്രീഡിന് നമുക്ക് എല്ലാ തീറ്റയും കൊടുക്കാം. അത് വീട്ടിലെ എല്ലാ തീറ്റയും കൈരളി ബ്രീഡിന് കൊടുക്കാൻ പറ്റും. പക്ഷേ അതേസമയം B3 നമുക്ക് എല്ലാ തീറ്റയും കൊടുക്കാൻ പാടില്ല. കമ്പനി തീറ്റയാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. അവർക്ക് മെയിനായിട്ട് ഈ B3 വളർത്തുന്ന ഒത്തിരി വീഡിയോസ് നോക്കിയാൽ അറിയാൻ പറ്റും. പല ആൾക്കാരും B3 വളർത്തുന്ന നഷ്ടമാണെന്നൊക്കെ പറയും. അത് മെയിനായിട്ടുള്ള കാരണം ഇവർ ഓവർ ഫീഡിങ്ങും ശരിയായ പരിചരണം ഇല്ലായ്മയാണ്. B3 മെയിനായിട്ട് ഇത് കൊടുക്കേണ്ടത് 100 ഗ്രാം തീറ്റയാണ്. 100 ഗ്രാം തീറ്റ ഡെയിലി കൊടുത്താൽ മതിയാവും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷം നമുക്കൊരു 300 മുട്ട വെച്ച് കിട്ടും ശരാശരി.
ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസിനും ഈ കമ്പനി ഫുഡ് തന്നെ കൊടുക്കണം. ഞാനിവിടെ കമ്പനി ഫീഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. കൈത്തീറ്റ അങ്ങനെ വാങ്ങിക്കുന്നവരും അതൊക്കെ തന്നെ കമ്പനി ഫീഡ് ഫോളോ ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഈ കൈരളി ബ്രീഡ് വാങ്ങിക്കുന്നവർക്ക് കൈത്തീറ്റ കൊടുക്കാം. നമുക്ക് ഈ ഗോതമ്പ് മുളപ്പിച്ചത് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കൈത്തീറ്റൊക്കെ കൊടുക്കാം. പക്ഷേ ബീഫ് തീറ്റയ്ക്ക് മെയിനായിട്ട് കമ്പനി തീറ്റ കൊടുക്കുക. പിന്നെ കൈത്തീറ്റ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഗ്യാസോള, ഗോതമ്പ് മുളപ്പിച്ച ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള ശാലിച്ച കൊടുക്കാം. ഒരിക്കലും പഴകിയ സാധനങ്ങൾ ഈ കോഴിയൊക്കെ കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. പയ്യന്മാരെ എല്ലാം കോഴിക്കാഷ്ടങ്ങളെല്ലാം പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ബാച്ച് ഉടനെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പേര്? രണ്ടുപേരുടെയും പേരെന്താണ്? രാഹുൽ. എബി. നിങ്ങൾ എപ്പോഴും വരുവാ ലൗഡ്സിനെ സഹായിക്കാൻ വരുവാ? ഉടനെ ഇവിടെ അടുത്ത ബാച്ച് വരുന്നുണ്ടല്ലേ? അപ്പോൾ ഇവിടെ ഉടനെ അടുത്ത ബാച്ച് വരാൻ പോകണം. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന കോഴിക്കാഷ്ടങ്ങളൊക്കെ എടുത്ത് കെട്ടി താഴോട്ട് ഇടുന്ന പരിപാടി. ഇപ്പോൾ പയ്യന്മാർ അതിന് മുകളിൽ നിന്ന് താഴോട്ട് ഉരുട്ടിയിടുന്ന പരിപാടിയൊക്കെയാണ്. സിമ്പിൾ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇത് കൂടെ ഇതിൻ്റെ വേറെയൊക്കെ ഇവിടെ ഉണ്ട്. കോഴി ഷെഡുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഏതാനവേ എടുക്കുന്നില്ല, എല്ലാം കൂടെ എടുക്കുന്നില്ല. ഇതെല്ലാം ഉണ്ട്, അതിനകത്തൊന്നും കയറുന്നില്ല. നമ്മൾ ഹൈജീനിക്കായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ ഒരു ദിവസം 2 ദിവസമൊക്കെ പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട്, അതായത് ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് കറക്റ്റ് ഇതിൻ്റെ ബ്രീഡുള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അതിനെ പാകമായ രീതിയിലൊക്കെ വളർത്തി നമുക്ക് വിൽപ്പനയ്ക്ക് പ്രതിരോധശേഷി ഇതെല്ലാം കൂടെ കൊടുത്ത് മരുന്നുകളൊക്കെ കൊടുത്ത് പാകമായ രീതിയിൽ ഒരു കർഷകന് വളർത്താൻ പരുവത്തിൽ ചെയ്തിട്ടാണ് ഇവിടുന്ന് ഓരോ കർഷകരിലേക്കും ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വിളിച്ചാലും ഇവിടുന്ന് ലൗഡ്സൺ എത്തിച്ചു തരും. അപ്പോൾ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ 1-2 ആഴ്ച ഗ്യാപ്പ് ഇട്ടായിരിക്കും വരുന്നതെന്ന് മാത്രം. ഏതാനും കോഴിക്കുഞ്ഞുങ്ങളായിട്ടൊന്ന് ദൂരെയുള്ളവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൗഡ്സൺ എത്തിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ അയൽക്കൂട്ടം പോലുള്ള ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഒരു 100 കോഴി 200 കോഴിയൊക്കെ പ്ലാൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ലൗഡ്സനോടെ കൊണ്ട് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാറശാല മുതൽ കാസർഗോഡ് വരെ ലൗഡ്സൺ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പാറശാല വന്നപ്പോൾ ഇങ്ങനെ ലൗഡ്സൻ്റെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കോഴിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ധാരണയുള്ളവർ, ഇതിൻ്റെ ബ്രീഡിനെക്കുറിച്ചൊക്കെ ധാരണയുള്ളവർ ലൗഡ്സനുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ലൗഡ്സൺ. അപ്പം നമ്മൾ ലൗഡ്സനെ വിളിച്ചപ്പോഴും വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു എന്നുള്ളതാണ് ലൗഡ്സൻ്റെ ഒരു പ്രത്യേകത. അത് ഈ കർഷകന്മാർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകതയാണ്. ഇതാണ് നമ്മൾ ഒരാൾ വിളിക്കുമ്പോഴാണല്ലോ അത് നല്ല രീതിയിലുള്ള ഒരു സംഭാഷണവും ബിഹേവ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് ലൗഡ്സൺ എന്ന് കാണാൻ സാധിച്ചത്. നമ്മൾ അതുപോലെ തന്നെ കോഴി വളർത്താൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും പല ആൾക്കാർ നമ്മളെന്നല്ല വേറെ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും ഈ ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ അവർ കോഴി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ നമ്മൾ വിളിച്ച് ചോദിച്ചാലും നമ്മൾ അതിനെല്ലാം ഇത് കൊടുക്കുന്നുണ്ട്. അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. പുതിയതായിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ലൗഡ്സനെ കോൺടാക്ട് ചെയ്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമെന്ന് ലൗഡ്സൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളും ലൗഡ്സനെ കോൺടാക്ട് ചെയ്ത് അത് ക്രമപ്പെടുത്തി തരാൻ വേണ്ടി നോക്കും. നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിലൊക്കെ ലൗഡ്സൺ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ കർഷകരുടെ എല്ലാവരുടെയും നമുക്കൊരു കൂട്ടായ്മ, നിങ്ങൾ ലൗഡ്സണിൽ എടുക്കുന്ന സാധനങ്ങൾ എടുത്താൽ നിങ്ങളെ നമ്മുടെ കൂട്ടായ്മയിൽ കാണും. അപ്പം പരസ്പരം നമുക്ക് അറിവുകൾ പങ്കുവയ്ക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ ഗ്രൂപ്പൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. അതുകൊണ്ട് ലൗഡ്സൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റുകളൊക്കെ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി ഞാനുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് കാണുമ്പോൾ എനിക്ക് ബോധ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് നീറ്റായിട്ട് ഓരോ ബാച്ചിനെ നന്നായിട്ട് അതിൻ്റെ ഷെഡുകളൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരിചരണം കൊടുത്താണ് ഇവിടെ എല്ലാം വളർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 10 വർഷത്തിൽ കൂടുതലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് വളർത്തുന്ന കർഷകർക്കും അത് കിട്ടുമെന്നുള്ളതാണ്. ആ ഒരു ഉറപ്പ് എനിക്കിവിടെ വന്നപ്പോഴേ ഞാൻ തുടക്കത്തിൽ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും ലൗഡ്സനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആ ഉത്തരവാദിത്തത്തോടെ എന്ത് കാര്യം ചെയ്യാമെന്ന് ലൗഡ്സൺ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ലൗഡ്സൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഞാനും കൂടെ ഗ്യാരണ്ടി തരികയാണ്. ശരിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം. നമസ്കാരം. ശരി, പോട്ടെ.